മുസ്ലിം ലീഗ് മത്സരിച്ച മലപ്പുറത്തും സംവരണ മണ്ഡലമായ ആലത്തൂരുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തിരസ്കാര വോട്ടുകൾ ഉണ്ടായത്. മലപ്പുറം മണ്ഡലത്തിൽ 21,879 ആലത്തൂരിൽ 20,417 വോട്ടുകൾ. മലപ്പുറത്ത് വിജയിച്ച ഇ അഹമ്മദിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ മുസ്ലിം ലീഗിനകത്തു തന്നെ കടുത്ത പ്രതിഷേധമുയർന്നിരുന്നു. മുസ്ലിം സമ്മതിയുള്ള ശക്തനായ എതിർ സ്ഥാനാർത്ഥിയെ നിർത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞുമില്ല. CPMന്റെ സിറ്റിംഗ് MP PK ബിജു മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമാണ് ആലത്തൂർ. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും സംവരണ മണ്ഡലങ്ങളിൽ തിരസ്കാര വോട്ടുകൾ വ്യാപകമായി പോൾ ചെയ്തതായാണ് പ്രാഥമിക കണക്കുകൾ. മാവേലിക്കരയിൽ 10,000-ഓളമാണ് നോട്ട. 16,177 വോട്ടുകളുള്ള പത്തനംതിട്ടക്കാണ് മൂന്നാം സ്ഥാനം. സംസ്ഥാനത്തെ പകുതിയിലധികം മണ്ഡലങ്ങളിൽ 10,000-ന് മുകളിലാണ് തിരസ്കാര വോട്ടുകളുടെ എണ്ണം. എല്ലായിടത്തും 6,000-ലധികം പോൾ ചെയ്തിട്ടുമുണ്ട്. കേരളത്തിൽ ആകെ 2,80,901 പേര് നിഷേധ വോട്ട് ചെയ്തു. ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അസാധു വോട്ടുകളെക്കാൾ വളരെ കൂടുതലാണ് തിരസ്കാര വോട്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗത്തിൽ വന്ന ശേഷം തിരസ്കാര വോട്ട് ചെയ്യാൻ ആദ്യമായാണ് ഇത്തവണ അവസരം നൽകിയത്. ആർക്കും വോട്ട് ചെയ്യാതിരിക്കാനുള്ള വോട്ടവകാശമാണ് ജനങ്ങൾ ആദ്യ അവസരത്തിൽ തന്നെ മലപ്പുറത്തടക്കം പ്രയോഗിച്ചിരിക്കുന്നത്. വരും കാലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ നോട്ടാ വോട്ടുകളെയും രാഷ്ട്രീയ കക്ഷികൾക്ക് പരിഗണിക്കേണ്ടി വരും. മലപ്പുറത്തെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപത്തു നിന്നും ക്യാമറ പേഴ്സൺ മനീഷ് മോഹനൊപ്പം നജാത്തുള്ള, മീഡിയ 1, മലപ്പുറം.